ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അടിപൊളി ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങളിവിടെ ചെയ്തു വരുന്ന ഒരു ഹെയർ ഓയിലാണ്. ഇതുമാത്രം തേച്ചുകൊണ്ട് ഈ ഒരു ഹെയർ നല്ലതുപോലെ ഗ്രോത്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം കറക്റ്റായിട്ടുള്ള ഹെയർ കെയർ ഒക്കെ എടുത്താൽ മാത്രമേ നമുക്ക് ഇതുപോലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഉണ്ടാക്കാൻ പറ്റൂ. ഈ ഒരു ഓയിൽ അതിന് നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാരണം ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമുക്കിത് സ്കാൽപ്പിലും ടിപ്പിലൊക്കെ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് നല്ല മസാജൊക്കെ ചെയ്ത് ഏതെങ്കിലും ഒരു ഹെയർ പാക്കൊക്കെ യൂസ് ചെയ്താൽ വീക്കിൽ ഹെയർ പാക്ക് ഏതെങ്കിലും ഞാൻ 2-3 ഹെയർ പാക്കിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൻ്റെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അതൊക്കെ അപ്ലൈ ചെയ്ത് നല്ലതുപോലെ നമ്മൾ കെയർ ചെയ്താൽ നമുക്ക് ഇതുപോലൊരു അടിപൊളി ഹെയർ, ഹെൽത്തി ആയിട്ടുള്ള ഹെയർ നമുക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യത്തെ തന്നെ കേശവർദ്ധിനിയാണ്. പിന്നെ അതേ കൊച്ചുള്ളി എടുക്കുന്നുണ്ട്, ഒരു 10 അല്ലി കൊച്ചുള്ളി. പിന്നെ പൂവാങ്കുരുന്ന്, അതും നമ്മുടെ ഹെയറിന് അടിപൊളിയായിട്ടുള്ള ഒന്നാണ്. പിന്നെ നമ്മുടെ മെയിൻ സാധനമാണ്, ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്, കൈതോന്നി എന്നാണ് ഇവിടെ പറയാറ്. അപ്പോൾ ഇത് ഒരിക്കലും മിസ് ചെയ്യില്ല, അത്രയ്ക്ക് അടിപൊളിയാണ് നമ്മുടെ ഹെയറിന്. പിന്നെ അതേ ഇത് കിഴാർനെല്ലിയാണ്. പിന്നെ അതേ നെല്ലിക്ക എടുക്കണ ഒരു 6-7 നെല്ലിക്ക എടുക്കുന്നുണ്ട്. അത് ഇതുപോലെ അരിഞ്ഞിട്ട് കറിവേപ്പില നമ്മുടെ മുടിക്ക് കറുപ്പ് നൽകാനൊക്കെ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ തുളസി ഇല, പിന്നെ ഞവരയില, അതായത് പലയിടത്തും അതിന് ഞവരയില പനിക്കൂർക്ക എന്നൊക്കെ പറയുന്നതാണ് അത്. പിന്നെ ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ശംഖുപുഷ്പമാണ്, അത് നമ്മുടെ മുടിക്ക് നല്ലതായിട്ടുള്ളതാണ്. അപ്പോൾ കറ്റാർ വാഴ അതേ അതിൻ്റെ തോല് കളഞ്ഞിട്ട് ജെല്ല് മാത്രം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. ഇത് ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലാണ്ട് ഉലുവ തലേ ദിവസം സോക്ക് ചെയ്തിട്ട് നമുക്ക് ഈ അരയ്ക്കണ കൂട്ടത്തിൽ അതിട്ടിട്ട് അരയ്ക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ഇവിടെ അത് എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിതെല്ലാം മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീട്ടിലെ പട്ടീനെ നല്ലതുപോലെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ വിഷയത്തിൽ നിന്ന് മാറുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഈ ഒരു അലോവേറയുടെ വെള്ളത്തിൽ നിന്ന് തന്നെ അത് മിക്സ് ആവാനുള്ള ഇത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കോളേജിലൊക്കെ പോണവർ ഫ്രൈഡേ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ഷാമ്പു യൂസ് ചെയ്യാണ്ട് ഒരു സാറ്റർഡേ ഒരു ഡേ വെച്ചിട്ട് സൺഡേ നമ്മുടെ ഷാമ്പു ഇട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരിക്കും. കാരണം ഒരു ഡേ നമ്മുടെ സ്കാൽപ്പിൽ ആ ഒരു ഓയിൽ ഇരിക്കുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ നമുക്ക് ഹെയർ ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ നമ്മുടെ മുടിക്ക് മെയിനായിട്ട് വരണ ഒന്നാണല്ലേ സ്പ്ലിറ്റ് എൻഡ്സ്. ഡ്രൈ ഹെയർ ഉള്ളവർക്ക് നല്ലതുപോലെ അറിയാൻ പറ്റും. എൻ്റെ മുടിക്കൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ പെട്ടെന്ന് സ്പ്ലിറ്റ് എൻഡ്സ് വരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് എനിക്ക് നല്ല ബെനിഫിറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മുടെ ഉറങ്ങുന്നതിന് മുമ്പ് മുടിയൊക്കെ നല്ലതുപോലെ കോതിയതിന് ശേഷം അതിൻ്റെ ടിപ്പിൽ നല്ല ഡ്രൈ ആയിട്ട് തോന്നുമ്പോഴത്തേക്കും ഞാൻ ഈ ഒരു ഓയിൽ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് കിടക്കാറുണ്ട്. അപ്പോൾ എനിക്കത് നല്ല കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഈ ഡ്രൈനെസ് മാറാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് സ്പ്ലിറ്റ് എൻഡ്സ് കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഈ ഒരു മിക്സ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇരുമ്പിൻ്റെ പാത്രമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇരുമ്പിൻ്റെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെനിഫിറ്റ്. കാരണം നമ്മുടെ ആ ഓയിലിൽ നമ്മുടെ ഈ ഒരു ഇരുമ്പിൻ്റെ ഗുണങ്ങളും നമ്മുടെ അയണിൻ്റെ ഗുണങ്ങളൊക്കെ നല്ലതുപോലെ ഇറങ്ങാറുണ്ട്. അപ്പോൾ നല്ലതുപോലെ എനിക്കിപ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ കുറച്ച് ഓയിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എണ്ണ കാച്ചാറുള്ളതുകൊണ്ട് തന്നെ കുറച്ച് അളവിൽ മാത്രം ഉണ്ടാക്കി വയ്ക്കാറുള്ളൂ. ഒരുപാട് ഉണ്ടാക്കി വയ്ക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ചീത്തയായി ഇപ്പോൾ ഒരു കനച്ച ഒരു സ്മെല്ലൊക്കെ വരണതുകൊണ്ട് തന്നെ കുറച്ചളവിൽ മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കി വയ്ക്കാറുള്ളൂ. പിന്നെ എണ്ണ കുറച്ച് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിൽ കുറച്ച് തിളച്ച് പോയി. അപ്പോൾ എണ്ണ അത്രയും തിളയ്ക്കേണ്ട കാര്യം, പെട്ടെന്ന് ഇതൊന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ നല്ലതുപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇതിൻ്റെ ആ ഒരു കളറും ആ പച്ച മണവും ഒക്കെ അതൊന്ന് നല്ലതുപോലെ മാറ്റിയെടുത്തിട്ട് അതൊരു നല്ല ഒരു ബ്ലാക്ക് കളറിൽ വരണം. അത് പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൈയെടുക്കാണ്ട് നല്ലതുപോലെ ഇളക്കി ഈ ഒരു മിക്സ് നല്ലത് മൂത്ത് വരണം. പണ്ട് അമ്മയ്ക്ക് കാച്ചി കൊടുത്ത ഈ എണ്ണയാണ്. ഞങ്ങളുടെ കുഞ്ഞിലേക്ക് അമ്മ തന്നെയായിരുന്നു ഇതൊക്കെ കാച്ചി തരണം. ഇപ്പോൾ ഇത് ഞങ്ങളായി പറമ്പിലൊക്കെ പോയി ഓരോന്ന് ഇതുപോലെ അമ്മ പറഞ്ഞു തരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇപ്പം ഞങ്ങൾ തനിയാണിത് ഉണ്ടാക്കാറ്. ഇവിടെ അച്ഛനമ്മ ഞങ്ങളെല്ലാവരും ഈ ഒരു ഓയിൽ തന്നെയാണ് തേക്കാറ്. ഈ ഓയിലിൻ്റെ മണമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നല്ല മണമാണെന്നുള്ള കാച്ചിയൊരിതിൻ്റെ. ഈ ഒരു നല്ല മൂത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഇതിൽ അഡീഷണൽ ആയിട്ട് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കരിഞ്ജീരകവും റോസ്മേരിയാണ്. റോസ്മേരി ഓപ്ഷണലാണ്. കരിഞ്ജീരകം മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. കാരണം നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതുപോലെ അത് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇത് ഞങ്ങൾ വാങ്ങിയിരിക്കുന്ന അങ്ങാടിക്കടയിൽ നിന്നാണ് ഈ റോസ്മേരിയും ഈ ഒരു കരിഞ്ജീരകവും വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊന്ന് മൂത്ത് വരുന്ന ടൈമിലാണ് ഈ ഒരു റോസ്മേരിയും കരിഞ്ജീരകവും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
ഇത് ഇട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു തിളയൊക്കെ ഒന്ന് സ്റ്റോപ്പായിട്ട് വരും. അപ്പോൾ ആ നേരം നമുക്കൊരു 2 മണി അരി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ പൊന്തി വരികയാണെങ്കിൽ നമ്മുടെ എണ്ണ റെഡിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് എണ്ണയൊക്കെ നല്ലതുപോലെ തിളയൊക്കെ നിൽക്കുന്ന ടൈം ആകുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇത് ഇപ്പോൾ തിളയൊക്കെ ഓൾമോസ്റ്റ് നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട്. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ 2 ദിവസം ഈ ഒരു ചട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇങ്ങനെ വയ്ക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു അയണിൻ്റെ ഗുണങ്ങൾ ഈ ഒരു എണ്ണയിലേക്ക് ഇറങ്ങി എണ്ണ നല്ല ഡാർക്ക് കളർ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് ഇതുപോലെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചെയ്യണമായിരിക്കും നല്ലതെന്ന്. 2 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ. 2 ദിവസത്തിന് ശേഷം എന്താ നല്ല കുറച്ചുകൂടെ നല്ല ഡാർക്ക് കളറിലായിട്ട് ആ ഇരുമ്പിൻ്റെ ഗുണങ്ങളെല്ലാം നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു തുണി ഉപയോഗിച്ചിട്ട് ഇത് അരിച്ചെടുക്കാവുന്നതാണ്. നല്ല വൃത്തിയുള്ളൊരു തുണി ഉപയോഗിച്ചിട്ടാണ് നമ്മളത് അരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് നമ്മളിത് ആ തുണി കട്ടിയുള്ള തുണിയായിരിക്കണം, അല്ലെങ്കിൽ ഇത് പിഴിയുമ്പോഴത്തേക്ക് തന്നെ തുണി കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതെ നല്ലതുപോലെ ഒരു തുണി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ച ഉടനെ തന്നെ ഇത് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാൻ പാടില്ല. കാരണം ഇതിൻ്റെ അടിയിൽ കുറച്ച് നമ്മൾ അരച്ച മിക്സിൻ്റെ ആ പൊടി പൊടിയായിട്ടുള്ളത് അടിഞ്ഞ് കിടപ്പുണ്ട്. അത് പെട്ടെന്ന് നമ്മളിങ്ങനെ പിഴിയുന്ന സമയത്ത് ഈ പൊടി മൊത്തം എണ്ണയിലേക്ക് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മുടെ എണ്ണ പെട്ടെന്ന് ചീത്തയാവും, അതിൻ്റെ സ്മെല്ല് തന്നെ ചേഞ്ച് ആവും. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ തുണിയിൽ ഇങ്ങനെ എണ്ണ ഒഴിക്കുന്ന സമയത്ത് നമ്മളിത് പിഴിയാണ്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എണ്ണ ആദ്യം നല്ലതുപോലെ ഇറങ്ങിയിട്ട് ആ ഒരു പൊടി നമ്മുടെ തുണിയിൽ അടിഞ്ഞ് കിടക്കും. അപ്പോൾ അങ്ങനെ തന്നെ പിഴിയാണ്ട് നമ്മൾ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്യുകയോ എവിടെയെങ്കിലും ഒന്ന് ടൈ ചെയ്ത് വയ്ക്കുമ്പോൾ എണ്ണ ദേ തുള്ളി തുള്ളിയായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടുന്ന എണ്ണ നമ്മൾ ആദ്യം മാറ്റി തന്നെ വേറൊരു നനവൊന്നും ഇല്ലാത്ത കണ്ടെയ്നറിലോട്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം വേറൊരു പാത്രം എടുത്തിട്ട് ഇത് നല്ലതുപോലെ ഈ ഇതിൻ്റെ അകത്തുള്ള ആ പൊടി പൊടിയായിട്ടുള്ളത് നല്ലതുപോലെ പിഴിയുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് എണ്ണ കിട്ടും. അത് നമ്മൾ കളയാൻ പാടില്ല. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു കണ്ടെയ്നറിൽ സൂക്ഷിക്കുക. അത് ആദ്യം ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം അത് യൂസ് ചെയ്തതിന് ശേഷം നമ്മളിത് ആദ്യം ആക്കി വെച്ചിട്ട് എണ്ണ യൂസ് ചെയ്യുക. അപ്പോൾ അത് നല്ലതുപോലെ നമുക്ക് വേസ്റ്റ് ആവില്ല. അല്ലെങ്കിൽ നമ്മളിത് ഒരുമിച്ച് ഒഴിക്കുന്ന സമയത്താണെങ്കിൽ ആ എണ്ണ പെട്ടെന്ന് ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ട്. വീക്ക്ലി 2 തവണയൊക്കെയാണ് ഞാൻ ഈ ഒരു എണ്ണ യൂസ് ചെയ്യുന്നത്. എനിക്കിത് അടിപൊളി റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ഹെയർ ഗ്രോത്തിനൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു എണ്ണ ട്രൈ ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഹെയർ കെയർ ചെയ്യുകയും പാക്കൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ബൈ ഡിയർ.